ഹലോ, ഞാനിപ്പോഴത് നമ്മുടെ പാലക്കാട് പെരുവുമ്പ് മന്തത്താവ് റൂട്ടിലുള്ള ദീപ യൂസർ കാർ ഷോറൂമിലാണ്. നമുക്ക് ഈ ഷോറൂമിനെ കുറിച്ച് പറഞ്ഞതിന്റെ ആവശ്യം, കാരണം നമ്മൾ 2-3 എപ്പിസോഡ് ഈ ഷോറൂം ഇപ്പോൾ കിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വാഹനങ്ങൾ, നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്, അതുപോലെ തന്നെ 90% ലോൺ കിട്ടുന്ന അടിപൊളി വാഹനങ്ങൾ, സിംഗിൾ ഓണർ വാഹനങ്ങൾ നമുക്ക് പരിചയപ്പെടാലോ. ബാ. രാംദാസാണ്. നമുക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ 1-2 വീഡിയോസായി നമ്മളിപ്പോൾ ചെയ്യുന്നു. ഇപ്പം നമുക്ക് പഴയ വീഡിയോ ചെയ്തതിൽ നല്ല റെസ്പോൺസ്. ഫസ്റ്റത്തെ വീഡിയോസിൽ എങ്ങനെയായിരുന്നു? നല്ല റെസ്പോൺസ്. വണ്ടികളൊക്കെ അത്യാവശ്യം സെയിലായി, പിന്നെ കുഴപ്പമില്ല. അത്യാവശ്യം നല്ല വളരെയധികം സന്തോഷമുണ്ട്. കാരണം നമ്മൾ 2-3 എപ്പിസോഡ് സ്ഥിരമായി ചെയ്യുന്നത് നിങ്ങൾക്ക് വീഡിയോസ് കണ്ടെത്തുന്ന മനസ്സിലും അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വാഹനങ്ങളാണ്. പിന്നെ തീർച്ചയായിട്ടും ഇപ്പൊ സ്റ്റോക്കുകൾ എത്ര വാഹനങ്ങൾ വന്നു? ഇപ്പം നമ്മൾക്ക് ഒരു 10-15 വണ്ടികളുണ്ട്. എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ. നമുക്ക് ആദ്യം അത് വാഹനം പരിചയപ്പെടും. ഇത് മാരുതിയുടെ സിയാസ് ആണ്. സിയാസ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വാഹനമാണ് തോന്നുന്നു അല്ലേ? നല്ല വണ്ടിയാണ്. എത്ര സിംഗിൾ ഓണർ ആണ്? സെക്കൻഡ് ഓണർ. സെക്കൻഡ് ഓണർഷിപ്പിൽ സിയാസ് ഫുൾ ഓപ്ഷൻ വാഹനമാണ്. ഡീസൽ വണ്ടി അല്ലത്? ഡീസൽ വണ്ടി. സിയാസിൽ 10-22 കിലോമീറ്റർ മൈലേജ്. മോഡൽ എത്രയാ? 2015-16. 2015 2 എയർ ബാഗ് വരുന്ന അല്ലേ? സിംഗിൾ എയർ ബാഗ് വരുന്ന അല്ലേ? 2 എയർ ബാഗ്. ഫുൾ ലോഡ് വണ്ടിയാണ്. സീറ്റൊക്കെ പുതിയ കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോർമാറ്റ് മുതൽ എല്ലാം പക്ക നീറ്റായിട്ട്. എത്ര ഓടി ഉണ്ട് അത്? ഇത് 1.5 ലക്ഷം കിലോമീറ്റർ ഓടി. നിങ്ങൾക്ക് അറിയുന്നവർക്ക് അറിയാം, അത്യാവശ്യം നല്ല മൈലേജുള്ള ഡീസൽ വണ്ടിയിൽ അത്യാവശ്യം നല്ല മൈലേജുള്ള ZDI+ ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ടയേഴ്സ് നോക്കിക്കോളൂ, എല്ലാം 90% ടയേഴ്സ് ഉണ്ട് അല്ലേ? 90% ടയേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ പുഷ്പട്ട് സ്റ്റാർട്ടിംഗ് ആണ്. ഫോർമാറ്റ് ചെയ്തിട്ടുണ്ട്. ഷെയറിംഗ് കൺട്രോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയോടെ തന്നെ വെച്ച്, വൃത്തിയെ തന്നെ സീറ്റ് കസ്റ്റമറൊക്കെ വെച്ച് 1 ലക്ഷം കിലോമീറ്റർ ഓടിയാൽ അത്യാവശ്യം കുഴപ്പമില്ല അല്ലേ? നല്ല വണ്ടി, ഭയങ്കര നല്ല സ്മൂത്താണ്, ഓടിക്കാനും നല്ല സ്മൂത്താണ്. 2015 ആണത്. 15-16 2015-16 രജിസ്ട്രേഷൻ വരുന്ന ഹൈബ്രിഡ് ആണ്. ഹൈബ്രിഡ് വരുമ്പോൾ നല്ല മൈലേജ് 20 കിലോമീറ്റർ മൈലേജ് ഉണ്ട്. ആസ്കിംഗ് പ്രൈസ് എത്ര ഉദ്ദേശിക്കും? നമുക്ക് 4.75. 4,75,000 രൂപയ്ക്ക് 2015-16 രജിസ്ട്രേഷൻ. 2015-16 രജിസ്ട്രേഷൻ. ഇതിനൊരു പ്രത്യേകം വെച്ചാൽ ZDI+ ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. കസ്റ്റമർ സീറ്റൊക്കെ ചെയ്തില്ലേ, അത്യാവശ്യം എല്ലാ വർക്കും ചെയ്ത് നല്ല വൃത്തിയെ തന്നെ വെച്ചിട്ടുണ്ട്. നമുക്ക് ലോൺ എത്ര വേണം? IDV എത്രയുണ്ട് ഇതിൽ? ലോൺ നമുക്കൊരു 4 ലക്ഷം രൂപ ലോൺ ചെയ്യാം. വെറും 75,000 ഡൗൺ പേയ്മെന്റ് എടുക്കാം. വെറും പ്രൊഫൈലിനനുസരിച്ച് അതിൽ കൂടുതലും അല്ലേ? പ്രൊഫൈലിനനുസരിച്ച് നിങ്ങൾക്ക് കൂടാം. മിനിമം 4 ലക്ഷം രൂപ ലോൺ കയറും. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് 4,75,000. നെഗോഷ്യബിൾ ആണത്. ചെറുതായിട്ട് എന്തെങ്കിലും കുറയ്ക്കാന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. ZDI+ ആണ്. ഒന്നും നോക്കണം. സർവീസ് എല്ലാം പക്കല്ലേ? ഫുൾ കമ്പനി സർവീസ് ആണ്. ഒന്നും നോക്കണം. നമ്മുടെ നമ്പർ ലൈവ് ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വാഹനം തന്നെയാണ് സിയാസ്. അത്യാവശ്യം നല്ല മൈലേജ്. ഹൈബ്രിഡ് ആണ്. 10-24 കിലോമീറ്റർ മൈലേജ് കിട്ടും. ഒന്നും നോക്കണ്ട. 1 ലക്ഷം കിലോമീറ്റർ ആണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയത്തിന് വെച്ചിട്ടുണ്ട് കേട്ടോ. അടുത്ത മഹേന്ദ്രയുടെ 7 സീറ്റർ വാഹനമാണ് തോന്നുന്നു അല്ലേ? 7 സീറ്റർ മഹേന്ദ്ര കോണ്ടോ എന്ന് പറഞ്ഞ വണ്ടിയാണ്. ഇത് ചെറിയ ബഡ്ജറ്റിലൊക്കെ എടുക്കാൻ പറ്റിയ വണ്ടിയാണ്. അതും അലൈവിലൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല ഫുൾ ലോഡ് വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ. ഡീസൽ വാഹനമാണ്. ഇതൊക്കെ എത്ര ഓടി ഉണ്ടാവും? ഇത് 1.18. അത്യാവശ്യം കുഴപ്പമില്ല. നല്ല ക്വാളിറ്റിന്റെ വാഹനം. അതും ഹൈറ്റൊക്കെ ഉള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഉണ്ട്. നല്ല ഹൈറ്റുള്ള വാഹനമാണ് മഹേന്ദ്ര വാഹനം. ടയേഴ്സും ഒരു 70% ടയേഴ്സ് ഉണ്ട്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അതിന്റെ ആസ്കിംഗ് പ്രൈസ് എത്രയാണ്? ഇത് നമുക്ക് 1.90. മോഡൽ എത്ര പറഞ്ഞു? 2012 ഡിസംബർ വണ്ടി. സെക്കൻഡ് ഓണർ. 2012 ഡിസംബർ വണ്ടി. ആസ്കിംഗ് പ്രൈസ് 1,90,000 രൂപയ്ക്ക്. നല്ല ക്വാളിറ്റി. വണ്ടിയുടെ പേര് മഹേന്ദ്രയുടെ കോണ്ടോ അല്ലേ? മഹേന്ദ്രയുടെ കോണ്ടോ പറയുന്ന വാഹനമാണ്. 7 സീറ്റർ വണ്ടിയാണ്. അത്യാവശ്യം നല്ല നമ്മുടെ അതേ ബൊലോറിന്റെ അതേ ടൈപ്പ് അല്ലേ? സൈലോന്റെ അതേ ടൈപ്പാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വാഹനമാണ്. ടയേഴ്സ് ഒക്കെ ഉണ്ട് അല്ലേ? ടയറൊക്കെ ഉണ്ട്. C8 ആണ് ഏറ്റവും ഫുൾ ലോഡ്. 2 എയർ ബാഗ് വരുന്നുണ്ട്. ഉണ്ട് അല്ലേ? 2 എയർ ബാഗ് വരുന്നുണ്ട്. ഇതിന്റെ ചെറിയ ബഡ്ജറ്റിൽ വെറും 2012 മുതൽ 1.90 ചെറിയ കാറല്ലേ? ഒരു മാരുതി എടുക്കുന്ന വിലയ്ക്ക് 7 സീറ്റർ വാഹനം, നല്ല ക്വാളിറ്റിയുള്ള വാഹനം. ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. കസ്റ്റമർ എല്ലാം ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്ക് ഒക്കെ നോക്കിയാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വാഹനം തന്നെയാണ്. ടയേഴ്സും അതേപോലെ തന്നെ അപ്പോൾ 70% ടയേഴ്സ് ഉണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ട് ഒക്കെ കാണിച്ചു തരാം. അത്യാവശ്യം ഇന്ത്യയിലൊന്നും കുഴപ്പമില്ല. ഫോർമാറ്റൊക്കെ ചെയ്ത് വൃത്തിയത്തിന് വെച്ചിട്ടുണ്ട്. പിന്നെ ആസ്കിംഗ് പ്രൈസ് 2012 സെക്കൻഡ് ഓൺഷിപ്പിൽ 1,25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് പറയുന്നത് 1,90,000 രൂപ. ലോൺ കയറും? ലോൺ ചെയ്യാൻ പറ്റും അതിൽ. അപ്പോൾ അടുത്ത് വീണ്ടും ഒരു നിസാന്റെ മൈക്ര അല്ലേ? നിസാന്റെ മൈക്ര ഓട്ടോ. ഒരുപാട് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഫുൾ ഓട്ടോമാറ്റിക് ആണ്. 2-3 കസ്റ്റമർ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് വാഹനം പറഞ്ഞിട്ട്. ഇത് എത്ര മോഡൽ? ഇത് 2017 മാനുഫാക്ചറിങ്. 19 നവംബറാണ് രജിസ്ട്രേഷൻ. 19 നവംബറാണ്. 2017-19 രജിസ്ട്രേഷൻ. 19 ലാസ്റ്റ് ആണ്. 19 രജിസ്ട്രേഷൻ ആണ്. അലൈവിലൊക്കെ ഉണ്ട്.
അത്യാവശ്യം ടയേഴ്സ് ഒക്കെ XP ആണ്, XP പ്രീമിയം ഏറ്റവും ടോപ്പ് എൻഡ് ടോപ്പിന്റെ വരുന്നത് ഓട്ടോമാറ്റിക് വാഹനമാണ്. അത് എത്ര ഓടിയില്ല? CVT ഗിയർ ബോക്സ്. CVT ആകുമ്പോൾ പവർ കൂടുതലായിരിക്കും അല്ലേ? നമ്മൾ അറിയില്ല. പവറുള്ള വാഹനം, ഫുൾ ഓപ്ഷൻ ആണ്, ബാക്ക് വൈപ്പർ എല്ലാം ഉണ്ട്. നിസാന്റെ ഫുൾ ഓപ്ഷൻ വാഹനമാണ്. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ടയേഴ്സ് ഒക്കെ ഇതാണ്, ഗുഡാണ്. എല്ലാം ഗ്ലാസ് ഒക്കെ ഒറിജിനൽ. ഇത് ഇന്ത്യയിലെ കാണിച്ചു തരാം. അത്യാവശ്യം പക്ക ക്വാളിറ്റി, ഫുൾ ഓട്ടോമാറ്റിക് ആണ്. എയർ ബാഗ് ഉണ്ട്, ഒന്നും നോക്കണ്ട. അതെല്ലാം ചെറിയ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയതാണ്. 90% ലോണും കിട്ടും. 2017-19 രജിസ്ട്രേഷൻ വരുന്ന നിസാന്റെ മൈക്ര ഓട്ടോമാറ്റിക്. ആസ്കിംഗ് പ്രൈസ് എത്രയാണ്? ഇത് നമുക്ക് 4 ലക്ഷം രൂപ. 4 ലക്ഷം രൂപ. 4 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഓട്ടോമാറ്റിക് വാഹനം സ്വന്തമാക്കാം. ഡീസൽ വണ്ടിയില്ലത്, സോറി പെട്രോൾ വണ്ടിയാണ്. പെട്രോൾ അത്യാവശ്യം 10-17 കിലോമീറ്റർ മൈലേജ് കിട്ടും. ഇതിന് നല്ല മൈലേജ് 15 കൺഫേം ആയിട്ട് 15 കിലോമീറ്റർ മൈലേജ് കിട്ടും. ലോണും അതേമാതിരി ID എത്ര? ലോൺ എത്ര വരും? ലോൺ ഫുള്ള് കിട്ടും. ചെറിയൊരു ഡൗൺ പേയ്മെന്റ്, നിങ്ങൾക്ക് ഒരു 10-20,000 രൂപ ഡൗൺ പേയ്മെന്റ് നല്ലൊരു നിസാന്റെ മൈക്രോ ഓട്ടോമാറ്റിക് സ്വന്തമാക്കാം. അടുത്തൊരു ഡാക്സൺ റെഡിഗോ. ഇതും ചെറിയ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റും. മോഡൽ എത്രയാ? ഇത് 2019 ലാസ്റ്റ്. 2019 ലാസ്റ്റ് ഡാക്സൺ റെഡിഗോ ആണ്. അത്യാവശ്യം 1 ലിറ്റർ കേട്ടോ. 1 ലിറ്റർ 1000 cc. അതെ 1000 cc ആണ്. അത്യാവശ്യം നല്ല പവറുള്ള വാഹനമാണ്. 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. ടയേഴ്സ് 90% ടയേഴ്സ് ഉണ്ട്. KL2 കോട്ടയാണ് രജിസ്ട്രേഷൻ അല്ലേ? കോട്ടയം രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. ടയേഴ്സ് ഒന്നും നോക്കണ്ട. മോഡൽ എത്രയാണ്? 2019 ലാസ്റ്റ്, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഇതാ വെറും 55,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 55,000 കിലോമീറ്റർ അടുത്ത് ഓടിയിട്ടുള്ളൂ. ഫോർമാറ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. കസ്റ്റമർ നല്ല വൃത്തിയത്തിന്റെ വാഹനം വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വാഹനം. എന്ത് വിലയാ? ഇത് നമുക്ക് 1,95,000. 1,95,000 രൂപയ്ക്ക് 2019 ലാസ്റ്റ് ഫുൾ 2019 വെറും 1,95,000 രൂപയ്ക്ക് ഫുൾ ലോൺ. നിങ്ങൾ 1 രൂപ ചെയ്യേണ്ട, ആധാറും പാനും മാത്രം അയച്ചെന്നാൽ മതി. ഫുൾ ലോൺ നമുക്ക് ചെയ്തു തരാൻ പറ്റും. 1 രൂപ ചിലവാക്കേണ്ട. 1,90,000. IDV എത്ര ഉണ്ടാവും? രണ്ടിന് മേലെ എന്തായാലും IDV ഉണ്ട്. ഇതിന് ആസ്കിംഗ് പ്രൈസ് പറയുന്നത് 1,90,000 നല്ലൊരു ടാക്സിംഗോ റെഡിഗോ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനം. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനം. 55,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് 2013-14 രജിസ്ട്രേഷൻ 2013-14 വീഡിയോ ആണ്. ഓണർഷിപ്പ് എത്രയാണ്? സെക്കൻഡ് ആണോ അല്ലെ? ഓണർഷിപ്പ് ആണ് ഇതിനകത്ത്. അതിൽ ഓണർഷിപ്പ് ആണ് ചെറിയ നെഗറ്റീവ്, തേർഡ് ഫോർത്ത് ആയിട്ടുണ്ട്. 5ാമത്തെ ഓണർഷിപ്പ് ആയിട്ടുണ്ട്. നമ്മൾ പോയ എപ്പിസോഡ് ചെയ്താണ്. ഇപ്പൊ നിങ്ങൾക്ക് ഓഫറായി തരുന്നത് എത്ര രൂപയാണ്? നമ്മൾ 3,30,000 ആസ്കിങ് ഇട്ടത്. ഇതിപ്പോ നെറ്റ് ഫൈനൽ 2,70,000 രൂപയ്ക്ക് കൊടുക്കും അല്ലേ? 3,30,000 രൂപയിൽ നിന്നും 2,70,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കുകയാണ്. നിങ്ങൾ വില ഇത്ര കുറവെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. കസ്റ്റമർ ഈ റേറ്റിന് കൊടുക്കാൻ പറഞ്ഞതാണ്. കാരണം 5ാമത്തെ ഓണറിന് വണ്ടി പോകുന്നതാണ്. അവർക്ക് അത്യാവശ്യം ആയതുകൊണ്ടാണ് അവർ ഈ റേറ്റിന് കൊടുക്കുന്നത്. ആസ്കിംഗ് പ്രൈസ് 2,70,000 രൂപയ്ക്ക്. 2,70,000 രൂപയ്ക്ക് നമ്മൾ സ്വിഫ്റ്റ് 2013-14 രജിസ്ട്രേഷൻ 5ാമത്തെ ഓണർ ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കാരണം കസ്റ്റമർ അത്യാവശ്യമാണ് പൈസ അല്ലേ? പേയ്മെന്റ് അത്യാവശ്യം എന്നുള്ള രീതിയിലാണ്. ഓണർഷിപ്പ് അറിയാതെ എടുത്തതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ വിലയ്ക്ക് വെക്കുന്നത്. നിങ്ങൾ വണ്ടി തട്ടല മുട്ടൽ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. നമ്മളെല്ലാം നിങ്ങൾ കണ്ടു നോക്കി എടുത്താൽ മതി. നമ്മൾ ഇപ്പോൾ ഭയങ്കര റേറ്റിലാണ് കുറയ്ക്കും. വെറും 50,000 രൂപ പോയ എപ്പിസോഡിനേക്കാളും 50,000 രൂപ കുറവ് കൊടുക്കാൻ 2,70,000 രൂപയ്ക്ക് നിങ്ങൾ സിമ്പിളായിട്ട് എടുത്തിട്ട് പോകാൻ പറ്റിയ സ്വിഫ്റ്റ് വീഡിയോ ആണ്. നല്ല ക്വാളിറ്റി ഉള്ള വാഹനമാണ്. അത് ഗ്യാരണ്ടി തരാം. നല്ല ക്വാളിറ്റി ആയിട്ട് സർവീസ് എല്ലാം ചെയ്ത വാഹനമുണ്ടോ? K സീരീസ് ആണ്. 2010 ലാസ്റ്റ്. 2010 ടെസ്റ്റ് ചെയ്യാനാണ്. 2 മാസമായി ടെസ്റ്റ്, 1.5 മാസം കൊണ്ടായിരുന്നു ടെസ്റ്റ്. 1.5 മാസം ടെസ്റ്റ് ചെയ്തിട്ട് ഫാൻസി നമ്പർ ആണ്. പുതിയ പേപ്പർ ഉണ്ട്. 1.5 മാസം ടെസ്റ്റ് ചെയ്തു. ടയറൊക്കെ നോക്കുള്ളൂ. എല്ലാം പൊക്ക. ഇൻഷുറൻസ് പുതിയതാണ്. പേപ്പേഴ്സ് എല്ലാം പുതിയതാണ്. നോക്കുള്ളൂ. സീറ്റൊക്കെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. കസ്റ്റമർ നോക്കുള്ളൂ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുണ്ട്. 2010 റീപ്ലേസ്മെന്റ് ഒന്നും കേട്ടോ. എല്ലാം ഒറിജിനൽ ഗ്ലാസ് ആണ്. LXI ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. എല്ലാം നല്ല വൃത്തിയായിട്ട് കസ്റ്റമർ. ഓണർഷിപ്പ് എത്രയാ? സെക്കൻഡ് ഓണർഷിപ്പ് വരുന്നത്. ഇന്ത്യയിലൊക്കെ നോക്കുള്ളൂ. ചെറിയ കിലോമീറ്റർ ഒക്കെ അടുത്ത് ഓടില്ല. 86,000 അടുത്ത് ഓടിയിട്ടുള്ളൂ. അതും 2010 മോഡൽ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുണ്ട്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എത്ര? ഇത് നമുക്ക് 1,25,000 രൂപ. 1,25,000. നിങ്ങൾ ഓൾട്ടോ LXI വാങ്ങുകയാണെങ്കിൽ ടെസ്റ്റ് കഴിഞ്ഞാൽ 1.25 എന്തായാലും കൊടുക്കണം. വാഗനറിന്റെ സെയിം എഞ്ചിനാണ്. STലും ആണ്. അതും നല്ല മൈലേജ് അല്ലേ? 18 കിലോമീറ്റർ മൈലേജ് കിട്ടും. 2010 പുതിയ പേപ്പറാണ്. AC ഒക്കെ ചില്ലഡ് ആയിട്ടുള്ള ഏരിയ ആണ്. ഞാനിപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ട് വാഹനം. വെറും ചെറിയ ബഡ്ജറ്റ് 1,25,000 നല്ലൊരു ക്വാളിറ്റി സെന്ന് നിങ്ങൾക്ക് പുതിയ പേപ്പറുള്ള വാഹനം സ്വന്തമാക്കാം. ടയർ ഒന്നും നോക്കണം. 4 ടയർ പുത്തനാണ് അല്ലേ? സർവീസ് എല്ലാം പക്കാണ്. ഇൻഷുറൻസ് പക്കാണ്. ഒന്നുമില്ലേ? എല്ലാം പുതിയതാണ്. എല്ലാം വെറും 1,25,000 സ്വന്തമാക്കാം. വീണ്ടും ഒരു സ്വിഫ്റ്റ് ഡിസയർ ആണ്. ഡിസയർ എത്ര മോഡൽ? ഡിസയർ 2012-13 രജിസ്ട്രേഷൻ. 2012-13 രജിസ്ട്രേഷൻ. അതെ.
2013 12 അല്ല 12-13 രജിസ്ട്രേഷനാണ്. സിംഗിൾ ഓണറാണ്. അലൈവിയിൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഡിസയറാണ്. മൈലേജ് പറയേണ്ട കാര്യമില്ല, അത്യാവശ്യം നല്ല മൈലേജ്. ഡോർ ലോക്കാണ്, അത്യാവശ്യം നല്ല മൈലേജുള്ള വാഹനമാണ്. ആദ്യം ഡീസൽ വേരിയൻ്റ് ആണ്. ഡീസൽ VD ഒക്കെ കിട്ടാൻ റയറാണ് ഡിസയറിൻ്റെ. കാരണം പെട്രോൾ വാഹനങ്ങൾ നിർത്തിയത് കൊണ്ട് ഇപ്പോൾ ഡീസൽ വാഹനങ്ങൾക്ക് നല്ല മാർക്കറ്റ് ഉണ്ട്, അത് യാതൊരു സംശയം വേണ്ട. അതും രജിസ്ട്രേഷൻ വരുന്നത് KL 22 വരുന്ന സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന വാഹനമാണ്. അതും ടയേഴ്സൊക്കെ നോക്കിക്കോളൂ. അലൈവിയിൽ ടയേഴ്സ് 90% ടയേഴ്സ് ഉണ്ട്. വണ്ടി ലോക്കാണ്, നമുക്ക് ഇന്ത്യയിൽ കാണിച്ചു തരാം കേട്ടോ. ലോക്ക് എടുത്തിട്ടുണ്ട്, ഇന്ത്യയിലൊക്കെ നോക്കിക്കോളൂ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വാഹനമാണ് ഡിസയർ, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല വൃത്തിയെ തന്നെ കസ്റ്റമർ വെച്ചിട്ടുണ്ട്. അലൈവിയിൽ അദ്ദേഹത്തിൻ്റെ കമ്പനി അലൈവിയിലാണ്. നല്ല വൃത്തിയെ തന്നെ വാഹനം വെച്ചിട്ടുണ്ട്. കമ്പനി അലൈവിലാണ്. 2012-13 രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം. VD സിംഗിൾ ഓണർ. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 1.5 ലക്ഷം ഫുൾ കമ്പനി സർവീസ് ആണ്. ഹിസ്റ്ററി ഉണ്ട്, നമ്പർ കാണിച്ചു തരുന്നുണ്ട്. 1.5 ലക്ഷം ഫുൾ കമ്പനി ഹിസ്റ്ററി ഉള്ള വാഹനമാണ്. അതും അലൈവിയിൽ ടയേഴ്സ് 90% ടയേഴ്സ്, ഒന്നും നോക്കണ്ട. സെൻട്രക്ക് എല്ലാം ഉണ്ട് അല്ലേ? സെൻട്രക്ക് നല്ല പെർഫെക്റ്റ് വാഹനമാണ്, അതിൽ യാതൊരു സംശയമില്ല. ഒരു റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല, എല്ലാം ഒറിജിനൽ ഗ്ലാസ് ആണ്. ഒന്നും നോക്കണ്ട. ലാസ്റ്റിംഗ് പ്രൈസ് എത്ര? ഇത് നമുക്ക് നെറ്റ് 2.85 കൊടുക്കാം. 2,80,000. വെറും 2,85,000 രൂപയ്ക്ക് 2012-13 ലക്ഷം സിംഗിൾ ഓണർ 1.5 ലക്ഷം കിലോമീറ്റർ സ്വിഫ്റ്റ് ഡിസയർ. അതേപോലെ ലോൺ എത്ര വരും? ലോൺ നമുക്കൊരു 2.25 രൂപ ചെയ്യാം. 2.25 വരെ ലോൺ ചെയ്യാം. അപ്പോൾ ആസ്കിംഗ് പ്രൈസ് 2,85,000. 2,80,000. ഇത് ലോൺ വന്നിട്ട് 2.5. ചെറിയൊരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ്, നല്ലൊരു സ്വിഫ്റ്റ് ഡിസയർ സിംഗിൾ ഓണർ നിങ്ങൾക്ക് സ്വന്തം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു ബ്രിയോ ആണ്. ബ്രിയോനെ കുറിച്ച് പറഞ്ഞാൽ, കാരണം കഴിഞ്ഞ എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇപ്രാവശ്യം നമ്മൾ ചെയ്യുന്നത് വാഹനം നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊടുക്കാൻ പോകണം. വാഹനം റേറ്റ് കുറച്ച് കൊടുക്കാൻ പോകണം. മോഡൽ 2012 ആണ്. നമ്മൾ പ്രൈസ് എത്രയാണ് ഓർക്കും? ഇത് നമുക്ക് 2,05,000 രൂപ. 2,05,000. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ എത്ര പറഞ്ഞു? 2,20,000. നമ്മൾ 20,000 കുറച്ച്. നമ്മൾക്ക് നമ്മളത് ഓൾഡ് സ്റ്റോക്ക് ആയതുകൊണ്ട് ഓൾഡ് സ്റ്റോക്ക് പറഞ്ഞാൽ നമ്മൾ കുറച്ച് കൊടുക്കണം. ലാഭം നോക്കിയിട്ടല്ല കൊടുക്കുന്നത്. നമ്മൾ 2,05,000 രൂപ പറഞ്ഞു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ 2,20,000 പറഞ്ഞു. ഇപ്പൊ 2 ലക്ഷത്തിന് കൊടുക്കുകയാണ്. കാരണം ഇതും കസ്റ്റമറിന്റെ വാഹനമായതുകൊണ്ട് അവർ വെറും ബഡ്ജറ്റ് ഫ്രണ്ട്ലി 2 ലക്ഷം രൂപ. 2012 ലോൺ എത്ര വരത്തില്ല? രണ്ടും കയറും. നിങ്ങൾക്ക് 0 ഡൗൺ പേയ്മെന്റ് എടുക്കാൻ പറ്റും. അത് ഗ്യാരണ്ടർ. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സും ഡിസ്പ്ലേയിൽ കണ്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. നല്ല ക്വാളിറ്റിയുള്ള വാഹനമാണ്. നിങ്ങൾക്ക് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. സർവീസ് എല്ലാം പക്കാണ്. ടയേഴ്സ് തൊട്ട് ഒന്നും നോക്കണ്ട അല്ലേ? എല്ലാ സർവീസ് ഒന്നും നോക്കണ്ട. അതിനുള്ള നമ്മൾ ഗ്യാരണ്ടർ തരികയാണ്. ഒരു ടെൻഷനും അടിക്കാണ്ട് നിങ്ങൾക്ക് എടുത്തിട്ട് പോകാൻ പറ്റിയ വാഹനം തന്നെയാണ്. അടുത്ത സ്കോഡ ഒക്ടോവിയ ആണ്. ഞാൻ പറഞ്ഞു, നമുക്ക് ടെസ്റ്റ് എടുക്കാനുള്ള ഒരു ടൈം നമ്മൾ ടെസ്റ്റ് എടുത്തിട്ടില്ല. ചുരുങ്ങിയ റേറ്റിൽ കൊടുക്കുള്ളൂ. എന്ത് റേറ്റ് പറഞ്ഞു? ടെസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1.10 കൊടുക്കാം. 1.10. ടെസ്റ്റ് എടുക്കാൻ നിങ്ങൾക്ക് വെറും 1,10,000. ഡീസൽ വണ്ടി അല്ലേ? ഡീസൽ വണ്ടി ഒക്ടോവിയ ആണ്. വെറും 1,10,000 രൂപയ്ക്ക് നമുക്ക് ടെസ്റ്റ് എടുക്കാതെ കൊടുക്കാം. ടെസ്റ്റ് എടുത്തിട്ട് കൊടുക്കുകയാണെങ്കിലോ? ടെസ്റ്റ് എടുത്തിട്ട് കൊടുക്കുകയാണെങ്കിൽ 1.60 വരും. ടെസ്റ്റ് എടുക്കുകയാണെങ്കിൽ 1.60. ടെസ്റ്റ് എടുക്കാണ്ടെങ്കിൽ 1,10,000 രൂപ കേട്ടോ. അടുത്തൊരു വീണ്ടും നല്ലൊരു ഹൈ ക്വാളിറ്റി നമ്മുടെ ഹോണ്ട ജാസ് വന്നിട്ടുണ്ട്. എത്രയും മോഡൽ? ഇത് 2015 ജാസ്. ഓപ്ഷൻ ഉണ്ടോ? വി ഓപ്ഷൻ ആണ്. സിംഗിൾ ഓണർഷിപ്പ്. ഇത് VR ഓപ്ഷൻ, ഫുൾ ഓപ്ഷൻ ആണ്. അതെ. ഫുൾ ഓപ്ഷൻ വാഹനമാണ്. അതും ജാസ്. നല്ല മൈലേജുള്ള വാഹനം. ഡീസൽ വേരിയന്റിൽ നല്ല മൈലേജുള്ള വാഹനം. 2 എയർ ബാഗ്. അലൈവിയിൽ 25 കിലോമീറ്റർ ഒക്കെ ജസ്റ്റ് 1,60,000 അടുത്ത് ഓടിയിട്ടുള്ളൂ. നിങ്ങൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ട് കസ്റ്റമർ നല്ല വൃത്തിയോടെ വെച്ചിട്ടുണ്ട്. ഇച്ചിരി വാട്ടർ സർവീസ് ചെയ്യാത്തതിന്റെ പ്രശ്നമാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. എല്ലാം റീപ്ലേസ്മെന്റ് അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വാഹനമാണ്. ടയേഴ്സും അതിൽ തന്നെ 70% ടയേഴ്സ് ഉണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. നല്ല ജാസ്. അത്യാവശ്യം നല്ല മൈലേജുള്ള ഡീസൽ വേരിയന്റ്. ഹോണ്ടയിലെ നല്ല യാത്ര കംഫർട്ടും യാത്ര ചെയ്യാൻ പറ്റിയ നല്ല സുഖം അല്ലേ? നല്ല സുഖമുള്ള വാഹനമാണ്. നല്ല മൈലേജും ഉണ്ടാവും. ഓട്ടിക്കാൻ നല്ല സുഖമാണ്. അത് നിങ്ങൾക്ക് ഹോണ്ടന്റെ വണ്ടിയെ കുറിച്ച് പറഞ്ഞതിന്റെ ആവശ്യമില്ല. ഹോണ്ട ജാസ് മോഡൽ പറഞ്ഞത് 2015 15 മോഡൽ 1,60,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വരുന്ന നീറ്റ് ആൻഡ് ക്വാളിറ്റി വാഹനത്തിന്റെ പ്രൈസ് എത്ര? ഇത് നമുക്ക് 4,20 കൊടുക്കാം. 4,20,000 2015 അല്ലേ? 2015 അതെ. റീവണ്ടി കിട്ടാൻ ഈ വിലക്ക് കിട്ടില്ല. 4,20,000 2015 ഹോണ്ട ജാസ്. പെട്ടെന്ന് കോൺടാക്ട് ചെയ്ത് ലോണേ നമുക്ക് ഒരു 10% ഡൗൺ പേയ്മെന്റ് നിങ്ങൾക്ക് ലോൺ എടുക്കാം. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അത്യാവശ്യം നല്ല മൈലുള്ള ജാസാണ്. ജാസ് ഡീസൽ വണ്ടിയിൽ ഈ പ്രൈസിൽ കിട്ടാൻ നിങ്ങൾക്ക് റയറാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വാഹനം കേട്ടോ. വീണ്ടും ഒരു സെല്യൂറിയോ ആണ്. സെല്യൂർ എത്രയും പറഞ്ഞു? സെല്യൂറിയോ 2016 VXI. 2016 VXI സെല്യൂറിയോ ആണ്. സിംഗിൾ ഓണർ ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന 2017 VXI ആണെങ്കിൽ ടയേഴ്സ് നോക്കുള്ളൂ. അപ്പോൾ ടയേഴ്സ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം ഇന്ത്യയിലെല്ലാം പക്ക നീറ്റ്
സ്റ്റീരിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. സീറ്റൊക്കെ പുതിയതാണ്. കസ്റ്റമർ ഫോർമാറ്റൊക്കെ ചെയ്ത് അത്യാവശ്യം നല്ല വൃത്തിയായി വെച്ചിട്ടുണ്ട്. ക്വാളിറ്റിയുള്ള വാഹനമാണ് സെല്ലിയോ. 2016 16 അത്യാവശ്യം നന്നായിട്ടുണ്ട്. വണ്ടി കാണാൻ തന്നെ നന്നായിട്ടുണ്ട്. എത്ര ഓടിയുണ്ട്? കിലോമീറ്റർ 1 മിനിറ്റ് ഒന്നിന്റെ താഴെ ഉള്ളൂ. 1,00,000 താഴെ ഓടിയിട്ടുള്ളൂ. കിലോമീറ്റർ 1,10. 1,10,000 കിലോമീറ്റർ ഓടിയ 2014 വരുന്ന സെല്യൂറിയോ. അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന വാഹനമാണ്. അത്യാവശ്യം നല്ല കംഫർട്ടും ഓട്ടിക്കാൻ നല്ല CC 1200 CC അല്ലേ? 1200 CC വരുന്ന വാഹനമാണ്. ഇതിന് ആസ്കിംഗ് പ്രൈസ് എത്ര? നമുക്ക് 2.95. 2.95. 2,95,000 രൂപയ്ക്ക് 2016 സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന 1,10,000 കിലോമീറ്റർ ഓടി. നല്ല അത്യാവശ്യം കിലോമീറ്റർ നോക്കണ്ട, അത്യാവശ്യം നല്ല വൃത്തിയില്ലേ? കസ്റ്റമർ നല്ല വൃത്തിയായി ഓടിക്കാൻ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല അല്ലേ? റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. എല്ലാം സർവീസ് എല്ലാം പക്കാണ്. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വാഹനം. അതേപോലെ തന്നെ 70% ലോണും കിട്ടുന്നുണ്ടോ? വീണ്ടും ഒരു i10 ഉണ്ട്. i10 അത് 2009 ലാസ്റ്റ് ആണ്. ഒരു റയർ ആയിട്ടുള്ള വെഹിക്കിൾ. റയർ ആയിട്ട് പറഞ്ഞ് എന്തായാലും ചോദിക്കും. ഇത് നമുക്ക് സൺറൂഫ് ഒക്കെ ഉള്ള ഇതാണ് 2010 2009 ലാസ്റ്റ് ആണ്. 2009 i10 ഒരു പ്രത്യേകത വെച്ചാൽ നിങ്ങള് പുതിയ വാഹനങ്ങളിൽ വരുന്ന സൺറൂഫ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതായത് സൺറൂഫ് കമ്പനിയിൽ വരുന്ന സൺറൂഫ് ആണ്. ഉണ്ട്. അതും അത്യാവശ്യം നല്ല വാഹനമാണ്. 2009 റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വാഹനം സൺറൂഫിൽ വരുന്നുണ്ട്. സൺറൂഫ് വരുന്നുണ്ട്. i10 ആസ്റ്റയാണ്. ABS ഒക്കെ ഉള്ള വണ്ടിയാണ്. ചെറിയൊരു ബോഡി സ്ക്രാച്ച് ഉണ്ട്. അത് കാര്യമില്ല, വലിയ ഇതൊന്നുമില്ല. ചെറിയൊരു വേറെ നോക്കുകയാണെങ്കിൽ തന്നെ വണ്ടി നല്ല വൃത്തിയുള്ള വണ്ടി. 2 എയർ ബാഗ് വരുന്നതാണ്. അതെ അല്ലേ? എയർ ബാഗ് വരുന്ന 2 എയർ ബാഗ് വരുന്നുണ്ട്. സൺറൂഫ് വരുന്നുണ്ട്. വണ്ടി ഇത്തിരി മോഡിഫൈ ഒക്കെ ചെയ്ത പക്ക ലുക്കാവും അല്ലേ? ആര് കണ്ടാലും അല്ലേ വാങ്ങും. ആര് കണ്ടാലും വണ്ടി വാങ്ങും. 2009 പേപ്പർ എത്ര വരുന്നുണ്ട്? 29 ലാസ്റ്റ് അല്ലേ? പുതിയ ടെസ്റ്റ് കാണിച്ച് 2029 ലാസ്റ്റ് വരുന്നുണ്ട്. സൺറൂഫ് വരുന്നുണ്ട്. 2 എയർ ബാഗ് വരുന്നുണ്ട്. വർഷത്തിൽ ഫുൾ ഓപ്ഷൻ ആണ് തോന്നുന്നു അല്ലേ? അലൈവിൽ ഒഴിച്ച് ബാക്കി എല്ലാം ഉണ്ട്. ആസ്ത മോഡൽ ഇറങ്ങുന്നുണ്ട്. ആസ്തയിൽ സൺറൂഫ് ഉള്ള വണ്ടി റയർ ആയിട്ട് ഇറങ്ങി. അതെ, അതും അല്ലല്ല, അത് കാണും പറയുന്നുണ്ട്. കേറ്റി അലൈവിൽ ഒഴിച്ച് ബാക്കി 2 എയർ ബാഗ്, നല്ല ഫോർഡോ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ് എല്ലാം 1.2 ആണ് അല്ലേ? 1.2 കാപ്പ. 1200 സീറ്റില് CC വരുന്ന വാഹനമാണ്. ഇതിന് ആസ്കിംഗ് പ്രൈസ് എത്ര? ഇത് നമുക്ക് 1.60. 1,60,000 ഒരു കുഴപ്പമില്ല. നിങ്ങൾ ധൈര്യത്തോടെ എടുത്തോളൂ. ഒരു റീപ്ലേസ്മെന്റ് വണ്ടി കിട്ടൂല. റയറാണ്. അതാണ് മെയിൻ ആയിട്ട്. റയറാണ്. സൺറൂഫ് ഒക്കെ ഉള്ള വണ്ടി കിട്ടാൻ റയറാണ്. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളെ. അതേമാതിരി വീണ്ടും ഒരു ചെവർലെറ്റിന് ഒരു വാഹനം വന്നിട്ടുണ്ട്. കേരളം വണ്ടിയിലാണ്. ചെറിയ ബഡ്ജറ്റിൽ ഡീസൽ വാഹനം. നിങ്ങൾക്ക് മൈലേജുള്ള വാഹനങ്ങൾ, ഡീസൽ അല്ലത്? ഇത് ഡീസൽ 1.9 ഡീസൽ എഞ്ചിൻ. അങ്ങനെ മൈലേജുള്ള വാഹനമാണ് അല്ലേ? അത്യാവശ്യം മൈലേജ് അല്ലേ? മൈലേജുള്ള 15 കിട്ടുന്ന മൈലേജുള്ള വാഹനമാണ്. അതേമാതിരി ഡീസൽ വേരിയന്റിൽ അത്യാവശ്യം നല്ല പവറുള്ള വണ്ടിയാണ്. അലൈവിയിലുണ്ട്. ടയേഴ്സ് ഒക്കെ ഒരു 70% ടയേഴ്സ് ഉണ്ട്. ഇതാ സീറ്റൊക്കെ നല്ല സ്പേസ് ഉള്ള വാഹനമാണ് അല്ലേ? നല്ല സ്പേസ് ഉണ്ട്. സീറ്റ് ലെതർ സീറ്റ് ഒക്കെ ചെയ്തിട്ടില്ലേ? ലെതർ സീറ്റ് ഒക്കെ ചെയ്ത് കമ്പനി ചെയ്തല്ലേ? കമ്പനി എന്നുള്ള അതേ ലെതർ സീറ്റാണ്. ഫോർഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. AC പവർ സ്റ്റിയറിംഗ് എല്ലാം പക്കാണ്. ചെറിയ ബഡ്ജറ്റിൽ ഒരു മാരുതി വാങ്ങണ പൈസക്ക് എടുക്കാൻ പറ്റിയ വാഹനമാണ്. അതും ഡീസൽ വാഹനത്തിൽ നല്ല മൈലുള്ള അലൈവിലുണ്ട്. ടയർ 70%. വണ്ടി നല്ല വൃത്തിയായി തന്നെ കസ്റ്റമർ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ആസ്കിംഗ് പ്രൈസ് എത്രയാ? ഇത് നമുക്ക് 90 രൂപയ്ക്ക് കൊടുക്കാം. 2008 അല്ലത്? 2008 28 വരെ പേപ്പറിൽ വെറും 90,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഡീസൽ വണ്ടി, അതും കേരളം വണ്ടി. സീറ്റൊക്കെ ലെതർ സീറ്റ്, കമ്പനി വന്ന ലെതർ സീറ്റ് ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ്. ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്ത് നോക്കി, ഒരു സൗണ്ടും ഉള്ളിൽ കാണുന്നില്ല. കാരണം അത്രയും നല്ല വൃത്തിയായിട്ട് ഇഷ്ടപ്പെടും അല്ലേ? ഓട്ടി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഗ്യാരണ്ടി. ചെവർലൈറ്റ് നോക്കേണ്ട കാര്യമില്ല. വെറും 90,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കട്ടോ. ഈ വീഡിയോസ് വീഡിയോസ് നോക്കി തന്നെ എല്ലാം നല്ല ക്വാളിറ്റിയുള്ള വാഹനം. പിന്നെ നമ്മുടെ രാമദാസേട്ടൻ പറഞ്ഞ മാതിരി ചെറിയ ബഡ്ജറ്റിൽ എല്ലാം ചെറിയ ബഡ്ജറ്റിലുള്ള വാഹനങ്ങൾ. നമ്മുടെ സമയത്തിന് 70% ലോൺ കയറുന്ന വാഹനങ്ങൾ. 70% അല്ല, 95% ലോൺ കയറുന്ന വാഹനങ്ങൾ. അതും നല്ല ക്വാളിറ്റിയുള്ള വാഹനങ്ങൾ. എല്ലാം തന്നെ നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസ് നോക്കി തന്നെ മനസ്സിലാവും. എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള വാഹനങ്ങളും ഡീസൽ വാഹനങ്ങൾ, പെട്രോൾ വാഹനങ്ങൾ എല്ലാം ചെറിയ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റും. നല്ല ക്വാളിറ്റിയുള്ള വാഹനം. പിന്നെ നിങ്ങളുടെ അടുത്ത് എപ്പോഴും പറയുന്ന പോലെ ഒരു മെസ്സേജ്, ഏത് വണ്ടി ഇഷ്ടപ്പെട്ടാലും വണ്ടിയെ കുറിച്ച് അറിയുന്ന കുഴപ്പമില്ല. ഇല്ല, വണ്ടിയെ കുറിച്ച് അറിയുന്ന ഒരാൾ വിളിച്ചിട്ട് വണ്ടിയിൽ ഓട്ടി നോക്കാം. നമുക്ക് ഫ്രണ്ടിൽ തന്നെ മെയിൻ റോഡാണ്, മന്നത്താവിൻ്റെ മെയിൻ റോഡാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഓട്ടി നോക്കാനുള്ള സംവിധാനം ഈ സ്ഥലത്തുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒട്ടും മടിക്കണ്ട. പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഈ വാഹനം ഏത് വാഹനം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിലും ഡിസ്പ്ലേ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. അതേമാതിരി എക്സ്ചേഞ്ച് സൗകര്യം ഈ ഷോറൂമിൽ അവൈലബിൾ ആണ്. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് അടുത്ത വീഡിയോ ഒന്നായിരിക്കും. ബൈ ബൈ, സീ യു.